യുഡിഎഫിനെ നയിക്കേണ്ടത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തന്നെയാണെന്ന മുസ്ലിം ലീഗ് നേതാവ് കെ.എം. ഷാജിയുടെ പ്രഖ്യാപനം അനവസരത്തിലാണെന്ന് പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും മുസ്ലിം ലീഗും കോൺഗ്രസ് പാർട്ടിയും അടിവെച്ച് കടക്കുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് വഴി യുഡിഎഫിനെയാണ് സത്യത്തിൽ ഷാജി പ്രതിസന്ധിയിലാക്കിയത്. യുഡിഎഫിനെ സതീശൻ നയിക്കട്ടെ എന്നാണ് ഷാജി അസന്നിഗ്ധമായി പറഞ്ഞത്. എന്നാൽ അത് തീരുമാനിക്കേണ്ടതും പ്രഖ്യാപിക്കേണ്ടതും കെ.എം. ഷാജിയല്ല. അതിന് തലമുതിർന്ന നേതാക്കൾ യുഡിഎഫിലുണ്ടെന്ന് കോൺഗ്രസുകാർ തന്നെ പറയുന്നുണ്ട്. കെ.എം. ഷാജിയെ സംബന്ധിച്ചിടത്തോളം വി.ഡി. സതീശനെ പരസ്യമായി പിന്തുണയ്ക്കുന്നത് വഴി ലക്ഷ്യം വെക്കുന്നത് SNDP ആണ്. നമുക്കറിയാം, നിലവിൽ വെള്ളാപ്പള്ളി നടേശനും വി.ഡി. സതീശനും തുറന്ന പോരിലാണ് നിൽക്കുന്നത്. ഇത് മധ്യകേരളത്തിൽ കോൺഗ്രസിന് തിരിച്ചടിയാകുമോ എന്ന് നേതാക്കന്മാർ ഭയക്കുന്നുമുണ്ട്. ഇവിടെ സമവായത്തിനുള്ള വഴികൾ നേതാക്കൾ തേടുമ്പോഴാണ് എരുതിയിൽ എണ്ണയൊഴിക്കുന്ന നിലപാട് ഷാജിയിൽ നിന്നുണ്ടാകുന്നത്. ഏതെങ്കിലും ഒരു നേതാവിലേക്ക് മാത്രം തെരഞ്ഞെടുപ്പ് ചുരുക്കുന്ന രീതി യുഡിഎഫിനോ കോൺഗ്രസിനോ ഇല്ലായിരുന്നു. ഒറ്റക്കെട്ടായി തന്നെ പാർട്ടി കഴിഞ്ഞ കാലങ്ങളിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുണ്ട്. കെ കരുണാകരൻ കരുത്തനായി വാണ കാലത്തും AK ആന്റണിയും പാർട്ടിയെ നയിച്ചു. ഉമ്മൻചാണ്ടി മുന്നിൽ നിന്ന് നയിച്ച തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു വശത്ത് കരുത്തനായ രമേശ് ചെന്നിത്തലയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു നേതാവിലേക്ക് മാത്രം ഒതുങ്ങണമെന്ന് കെ.എം. ഷാജി പറയുമ്പോൾ അത് പക്ഷേ കോൺഗ്രസുകാർ അംഗീകരിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും സതീശൻ തന്നെ നയിക്കണമെന്നാണ് ആഗ്രഹമെന്ന് ഷാജി പറഞ്ഞു. എന്നാൽ അത് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ആണെന്ന് ഷാജി പറയുമ്പോൾ പിന്നെ അവിടെ അഭിപ്രായം എന്തിന് ഷാജി തുറന്ന വീതിയിൽ പറഞ്ഞുവെന്ന ചോദ്യവും ബാക്കിയാണ്. രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലെ മിനിയേച്ചറാണ് സതീശൻ എന്നാണ് തോന്നിയിട്ടുള്ളതെന്നും എടുക്കുന്ന സമീപനങ്ങളിലെ സത്യസന്ധതയാണ് രാഹുൽ ഗാന്ധിയോട് നമുക്കുള്ള ഇഷ്ടമെന്നും ഷാജി പറയുന്നുണ്ട്. രാഹുൽ ഗാന്ധി എന്ന നേതാവിന്റെ ഗുണഗണങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തിന് ബോധ്യമുണ്ട്. അത് വീണ്ടും വീണ്ടും കെ.എം. ഷാജി പോലൊരു നേതാവ് ആവർത്തിക്കുമ്പോൾ വിപരീത ഫലമായിരിക്കും ഉണ്ടാകുക എന്നും ചൂണ്ടിക്കാണിക്കാം. രാഹുൽ ഗാന്ധി രാജ്യത്തെ പാർട്ടിയെ നയിക്കുന്നത് പോലെ തന്നെ കേരളത്തിൽ വി.ഡി. സതീശൻ യുഡിഎഫിനെ നയിക്കുന്നുണ്ടെന്നും ഷാജി പറയുന്നുണ്ട്. ഇവിടെ കോൺഗ്രസിനെയും യുഡിഎഫിനെയും മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു ഡസൻ നേതാക്കളെ മനഃപൂർവ്വം അവഗണിക്കുന്ന കെ.എം. ഷാജിയുടെ പ്രസംഗം നെഗറ്റീവ് ചിന്താഗതിയാണ് നേതാക്കളിൽ ഉളവാക്കുന്നത്. കെ.എം. ഷാജിയെ സംബന്ധിച്ചിടത്തോളം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിൽ നിന്ന് ഒരു സീറ്റ് നേടിയെടുക്കുക എന്നത് അനിവാര്യമാണ്. അതിന് വെള്ളാപ്പള്ളിയെയും SNDPയും തുറന്ന് എതിർക്കേണ്ടതുണ്ട്. സതീശൻ സ്തുതിയിലൂടെ കെ.എം. ഷാജി ലക്ഷ്യം വയ്ക്കുന്നത് വെള്ളാപ്പള്ളിയെ തുറന്നെതിർക്കുക എന്നത് മാത്രമാണ്. മലബാർ രാഷ്ട്രീയത്തിൽ വെള്ളാപ്പള്ളി നടേശനും SNDPക്കും കാര്യമായ സ്വാധീനമില്ല എന്നതാണ് സത്യം. ലീഗിനെ മലപ്പുറത്ത് മലർത്തിയടിക്കാൻ പോകുന്ന കരുത്തൊന്നും വെള്ളാപ്പള്ളി നടേശന് ഇല്ല എന്നത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി നടേശനെ തുറന്നെതിർക്കുന്നത് വഴി കെ.എം. ഷാജിക്ക് കാര്യമായ നഷ്ടമുണ്ടാകില്ല. മധ്യകേരളത്തിൽ ജനവിധി തേടുന്ന UDF നേതാക്കന്മാർക്ക് ഒരു പരിധിവരെ വെല്ലുവിളി തീർക്കാൻ നടേശനും SNDP യൂണിയനും സാധിക്കും. ആ ഒരു സാഹചര്യത്തിൽ ഷാജി വി.ഡി. സതീശനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമ്പോൾ തിരിച്ചടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ രണ്ട് പക്ഷമില്ല.